ഞാനിന്നിവിടെ 2 മാങ്ങ ഉപ്പിലിടാനാണ് ഇട്ട് പോണത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാങ്ങ ഉപ്പിലിടാൻ. എന്നാലും ഞാൻ വെറുതെ ഒന്ന് ഇട്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ വിനാഗിരി അതൊരു 2-3-4 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മാങ്ങയുടെ തൊലി ഒന്നും ചെത്തുന്നില്ല. എനിക്ക് തൊലി കളയുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. എനിക്ക് തൊലിയോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എന്നിട്ട് തൊലിയൊക്കെ ചെത്താണ്ട് മാങ്ങ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഞാൻ എടുക്കുന്നത് പച്ചമുളകാണ്. നല്ല എരിവാണ് കേട്ടോ ഈ പച്ചമുളകിന്. ഈ പച്ചമുളക് ഒരു 3-4 എണ്ണം മതി. നല്ല എരിവാണ്, 3-4 എണ്ണം മതി. ഞാനിതിനെ കുഞ്ഞാക്കി അരിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇതിനെ ഇട്ട് മാങ്ങ ആദ്യം ഇട്ടു. അത് കഴിഞ്ഞിട്ട് 2-3 അരിഞ്ഞ പച്ചമുളകിനെ മുകളിലിട്ടു. അത് കഴിഞ്ഞ് പിന്നെയും മാങ്ങ ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെയും ഇതന്നെ റിപ്പീറ്റ് ചെയ്തു. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും എരിവാകാനായിട്ടാണ്. നമുക്ക് ഈ ജാറ് ഇങ്ങനെ കുലുക്കാൻ പറ്റില്ല. ഇപ്പോൾ ചൂട് നന്നായിട്ട് ആറിന് ശേഷം ആ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു. അപ്പോൾ നമ്മൾ നല്ല എയർടൈറ്റ് അടച്ച് വയ്ക്കണം. ഇതൊരു 3-4 ദിവസം കഴിയുമ്പോൾ സെറ്റാവും. ഞാൻ കുറച്ച് ആപ്പിളും കൂടി അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാണത്.